മോർണിംഗ്. അപ്പോൾ നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ പഠിച്ചത് നമ്മുടെ പീച്ച് ട്രീയിൽ നമ്മുടെ കമ്പനീനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കമ്പനി ക്രിയേഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത നമ്മുടെ കമ്പനിയിലേക്ക് ചാർട്ട് ഓഫ് അക്കൗണ്ട്സിനെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടാലിയിൽ നിന്നും വ്യത്യസ്തമാണ് പീച്ച് ട്രീയിൽ നമ്മുടെ കമ്പനി ക്രിയേഷനും ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൻ്റെ ക്രിയേഷനും. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പനി നാവിഗേഷൻ ബാറിൽ നിന്ന് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടുന്ന് ന്യൂ അക്കൗണ്ട്, ഈ ഒരു വേയിലായിരിക്കും നമ്മൾ പീച്ച് ട്രീയിൽ ചാർട്ട് ഓഫ് അക്കൗണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മുടെ പീച്ച് ട്രീയും ടാലിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ടേംസിന് ഡിഫറൻസ് ഉണ്ട്. അതായത് നമ്മൾ ടാലിയിൽ യൂസ് ചെയ്യുന്ന ചാർട്ട് ഓഫ് അക്കൗണ്ട്സുകളുടെ കുറേ ടേംസ് നമ്മൾ പീച്ച് ട്രീ വരുമ്പോൾ എന്താണ് ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് ആയിട്ടുള്ള തമ്മിലുള്ള ഡിഫറൻസ് ആ ലിസ്റ്റാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ഇത്രയും ചാർട്ട് ഓഫ് അക്കൗണ്ട്സുകളെ ആയിരിക്കും നമ്മൾ ബേസിക്കലി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ടാലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സുകൾക്ക് ഇവിടെ ഒരു അക്കൗണ്ട് ഐ ഡി ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കൊടുക്കാൻ പോകുന്നത് ഈ അക്കൗണ്ട് ഐ ഡി ആയിരിക്കും. അക്കൗണ്ട് ഐ ഡി യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു അക്കൗണ്ട്സിനെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സിനെ എന്ത് ചെയ്യുന്നത്, ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മൾ ചാർട്ട് ഓഫ് അക്കൗണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കമ്പനിയിൽ നിന്ന് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്, ന്യൂ അക്കൗണ്ട്. ഫസ്റ്റ് നമ്മൾ കൊടുക്കാൻ പോകുന്ന അക്കൗണ്ട് ഐ ഡി ആണ്. ഡിസ്ക്രിപ്ഷൻ എന്താണ്, ക്യാഷ് ഇൻ ഹാൻഡ്. അത് നമ്മുടെ ക്യാഷിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയതിനു ശേഷം സേവ് എന്നൊരു ഓപ്ഷൻ കൊടുക്കുക. പിന്നെ സേവ് ആൻഡ് ന്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്കെ. ഇനി നമ്മൾ എന്താണ്, അടുത്ത അക്കൗണ്ട് ഐ ഡിയാണ് കൊടുക്കാൻ പോകുന്നത്. സോ അടുത്ത അക്കൗണ്ട് ഐ ഡി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ബാങ്ക് എന്നുള്ള ഡിസ്ക്രിപ്ഷനായിട്ട് നമ്മൾ അടുത്ത് കൊടുക്കാൻ പോകുന്നത്. ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എടുക്കുക, ന്യൂ അക്കൗണ്ട്, അക്കൗണ്ട് ഐ ഡി, പേപ്പേഴ്സ്, ബാങ്കും വരുന്നത് എന്തിൻ്റെ അണ്ടറിൽ തന്നെയാണ്, ക്യാഷിൻ്റെ അണ്ടറിൽ തന്നെയാണ് ബാങ്കും വരുന്നത്. സോ ബാങ്ക്, സേവ് ആൻഡ് ന്യൂ കൊടുക്കുക. അങ്ങനെ നമ്മുടെ ആ ലിസ്റ്റിലുള്ള ബാക്കി ചാർട്ട് ഓഫ് അക്കൗണ്ട്സുകളെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്.